സല്യൂട്ട് സഹചരെ. കോവിഡ് ലോക്ക്ഡൗൺ കാലയളവായ 2020 ഏപ്രിൽ മുതൽ ജൂൺ വരെ കേരളത്തിൽ 66 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 6 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്തു. ഈ ഒരു സംഭവം വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങളിൽ വരികയും നാഷണൽ ചൈൽഡ് റൈറ്റ് കമ്മീഷനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇതിൽ ആകുലത പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനായി തീരുമാനമെടുത്തു. നിർഭാഗ്യവശാൽ ആ കമ്മിറ്റിയുടെ നേതൃസ്ഥാനം വന്നുപെട്ടത് എനിക്കായിരുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ കുറ്റകൃത്യമാവും? അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രമം നടത്തി പാളിപ്പോയാൽ അത് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് കേസെടുക്കാറുണ്ട്. പക്ഷെ അതല്ല എന്ന് സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിപ്പോഴും IPC ഒരു കുറ്റകൃത്യമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ആത്മഹത്യ ഒരു കുറ്റകൃത്യമാണ് എന്ന അനുമാനത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുമ്പോൾ അതിൽ ആരെയാണ് നേതൃസ്ഥാനത്ത് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചത് കൊണ്ടായിരിക്കണം അന്ന് DGP ആയിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഹെഡ് ചെയ്യാനുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടാണോ അതോ അവരെല്ലാവരും തിരക്കായിരുന്നത് കൊണ്ടാണോ? ഏകദേശം 4-5 മാസം മാത്രമേ എനിക്ക് വിരമിക്കാൻ ബാക്കിയുള്ളൂ. എന്നാലും ശ്രീലേഖ തന്നെ അത് ഹെഡ് ചെയ്യട്ടെ എന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. കാരണം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് സാമൂഹ്യ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മനുഷ്യാവകാശ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ തന്നെയോ ആയിരുന്നേനെ ഈ സ്റ്റഡി നടത്തുന്നത് കുറച്ചും കൂടെ ഉചിതം. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സും ക്രൈം ഡീറ്റെയിൽസും ഒക്കെ പഠിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നെ അതിൻ്റെ മേധാവിയാക്കിയതും ഞാൻ ആ കമ്മിറ്റിയിൽ ആരെയൊക്കെ പിന്നെ വെക്കണം എന്നുള്ളത് സജസ്റ്റ് ചെയ്ത് അറിയിച്ചാൽ അതിനെയൊക്കെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞങ്ങനെ ഞാൻ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന TV അനുപമ IAS ഒരു 4 ഡോക്ടർമാർ, ചൈൽഡ് സൈക്യാട്രി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു 4 ഡോക്ടർമാരെയും ബാലാവകാശത്തിൽ കുറച്ചധികം റിസർച്ചും പഠിത്തവും ഒക്കെ നടത്തിയിട്ടുള്ള 2-3 സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ഞാൻ സജസ്റ്റ് ചെയ്യുകയും അത് അതേപടി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം 3 മാസം കഴിയുമ്പോഴേക്കും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, പിന്നെ 2 മാസമേ ഉള്ളൂ എനിക്ക് വിരമിക്കാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം 3 മാസം എന്നുള്ളൊരു കാലാവധി. അഥവാ അത് തീർന്നില്ലെങ്കിൽ തന്നെ എനിക്ക് 2 മാസം കൂടെ എക്സ്റ്റൻഷൻ ചോദിക്കാമല്ലോ. സാധാരണ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാൽ പോലും 6 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 വർഷം 3 വർഷം ഒക്കെ എടുത്തിട്ടായിരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നത്. അതേവരെ ഇങ്ങനെ നീണ്ടു പോകും. അത്ര വലിയ ബൃഹത്തായ പ്രക്രിയയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് 3 മാസത്തിനകം തന്നെ തീർക്കണം എന്ന് ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് ആദ്യമായി നമ്മളത് തുടക്കം കുറിക്കാനായിട്ടൊരു മീറ്റിംഗ് എല്ലാവരെയും വിളിച്ചു കൂട്ടി. ജില്ലകളിൽ നിന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. എന്തുകൊണ്ടാണ് സൂയിസൈഡുകൾ നടക്കുന്നത്? കോവിഡ് കാലയളവിൽ ഇത്രയധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് സ്കൂളിൻ്റെ പ്രശ്നങ്ങളാണോ, വീട്ടിൻ്റെ പ്രശ്നങ്ങളാണോ, അസുഖത്തിൻ്റെ പ്രശ്നങ്ങളാണോ, പേടിയാണോ? ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ നമ്മളൊരു താരതമ്യ പഠനം നടത്തണമല്ലോ. അപ്പോൾ കഴിഞ്ഞ കാലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ കാലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു 5 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെ എടുക്കാൻ വേണ്ടി ആദ്യമായി ജില്ലകളിൽ നിന്ന് കേസുകളുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് കുറേ വർഷത്തെ കണക്കുകൾ തരാൻ പറയുകയും ചെയ്തപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, ഞാനും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ADGP ആയിരുന്നു, ഇതുപോലെ ഒരു അപാകത ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. 8 വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എനിക്ക് പല സ്ഥലത്തുനിന്നും കിട്ടിയത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്ന ഒരു വർഷത്തെ കണക്ക് 300 അല്ലെങ്കിൽ 290 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ജില്ലകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴേക്കും അത് 200 ആകും, ചിലപ്പോൾ 400 ആകും. ഒരു മാച്ചും ഇല്ല. അപ്പോൾ യാതൊരു മാച്ചും ഇല്ലാത്ത ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തു അമ്പരക്കും. FIR-ന്റെ നമ്പർ ഇട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ പറയും. അങ്ങനെ FIR നമ്പർ ഇട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചിലത് സൂയിസൈഡ് അല്ല, ചിലത് കൊലപാതകമായിട്ട് മാറ്റിയിട്ടുള്ളതും സൂയിസൈഡായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആത്മഹത്യ അല്ല, ആക്സിഡൻ്റൽ ഡെത്തായിട്ട് കണക്കാക്കപ്പെട്ടത് ചിലപ്പോൾ ആത്മഹത്യ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആകപ്പാടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കുഴഞ്ഞു മറിഞ്ഞ് ഏകദേശം 1-1.5 മാസത്തോളം ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പാടുപെട്ടു. അന്നത്തെ ADGP ചാർജുള്ള ഓഫീസർ IG ഏൽപ്പിച്ചു, IG അത് SP ഏൽപ്പിച്ചു. SCRB-യിൽ ആ SP-യുടെ നിസ്സംഗത കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, ഓരോ പ്രാവശ്യം കറക്റ്റ് ചെയ്ത ഫിഗർ എന്ന് തരുന്നതിനകത്തും അപാകതകൾ. പിന്നെ ജില്ലയിൽ നിന്ന് കേസുകളുടെ ഡീറ്റെയിൽസും കേസ് ഫയലുകളും വിളിപ്പിച്ച് ഒരു വലിയ പ്രക്രിയയാണ് നടത്തുന്നത്. ഞങ്ങൾ ഓരോരോ കേസുകളായിട്ട് നോക്കി താരതമ്യം ചെയ്ത്
കൂടാതെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ അവസാനം വരെ റിപ്പോർട്ട് വരെ അത് നമ്മൾ കുട്ടികളുടെ ആവുമ്പോൾ അത് സാമൂഹ്യക്ഷേമ വകുപ്പിനെ അറിയിക്കണം, നമ്മൾ കുട്ടികളുടെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനെ അറിയിക്കണം, ബാലാവകാശ കമ്മീഷനെ അറിയിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ചൈൽഡ് റൈറ്റ് പ്രവർത്തകർ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അപാകതകൾ കണ്ടു. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയാക്കിയാലല്ലേ അതൊരു കടിത്തറ എന്ന് പറയുന്ന അതാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തല്ലേ നമുക്ക് ബാക്കി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര കുട്ടികൾ എങ്ങനെ ആത്മഹത്യ ചെയ്തു, ഏതൊക്കെ പ്രായങ്ങളിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തു, എന്തൊക്കെയാണ് വിവിധ കേസുകളിലെ കാരണം, അതൊക്കെ പഠിച്ച ശേഷം റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്, സ്കൂളിൻ്റെ എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വീട്ടിലെ അംഗങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എത്രമാത്രമുണ്ട്, സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എത്രമാത്രമുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയുള്ള ഒരു വിശദമായിട്ടുള്ള പഠനം നടത്തണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തി. എനിക്ക് തോന്നുന്നു 10-12 ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തി. പലരുടെയും അഭിപ്രായം സ്വീകരിച്ചു. പല പുറത്തുനിന്നുള്ള ആൾക്കാരുടെയും തന്നെ നമ്മൾ പത്രത്തിലൂടെയും ഓൺലൈനായും ഒക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെയൊക്കെ ആശയങ്ങളും എന്തൊക്കെ പുതിയതായിട്ട് പറയാനുണ്ട് എന്നുള്ളത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് അനുപമ ഒരുപാട് കഷ്ടപ്പെട്ടു. അനുപമയാണ് ശരിക്കും റിപ്പോർട്ടിൻ്റെ അന്തിമ രൂപം വരെ എടുത്തത്. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് മടുക്കുമല്ലോ. 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും പറഞ്ഞ് വിളിച്ച് മടുത്ത് അവസാനം എല്ലാവരുമായിട്ട് ഒരുപാട് മെമ്പേഴ്സും എല്ലാവരും കഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവസാനം നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തു. ആത്മഹത്യകൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ആത്മഹത്യകൾ എന്ന് പറയുന്നത് എനിക്ക് പുത്തരിയല്ല. ഞാനത് കഴിഞ്ഞ 33.5 വർഷം സർവീസിലുണ്ടായിരുന്നപ്പോഴും കണ്ടിട്ടുള്ള സംഭവമായിരുന്നത് കൊണ്ട്, ഒരുപാട് കുട്ടികളുടെ ആത്മഹത്യകൾ ഞാൻ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ആത്മഹത്യകൾ സംഭവിക്കും എന്നുള്ളത് അറിയായിരുന്നു, കുട്ടികൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളത്. പക്ഷെ ആത്മഹത്യയെക്കുറിച്ച് പലരുടെയും അഭിപ്രായം പലതാണ്. ഒരു സീനിയർ ഉദ്യോഗസ്ഥരുടെ കോൺഫറൻസിൽ പോയിരുന്നപ്പോൾ തന്നെ ആത്മഹത്യയെക്കുറിച്ച് അനുകൂലിച്ച് സംസാരിച്ച, നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇതിനകത്ത് ഇടപെടുന്നത്, ആത്മഹത്യ ചെയ്യാനുള്ളവർ ചെയ്തോട്ടെ, ഇത് അവരുടെ അവകാശമല്ലേ എന്നുള്ള മട്ടിൽ സംസാരിച്ച ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ വേറൊരു വാദം എന്ന് പറയുന്നത് അത്രയും പോപ്പുലേഷൻ കുറഞ്ഞു കിട്ടുമല്ലോ, അത് മുതിർന്നവരുടെ കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ അർഹതയില്ലാതെ ജീവിക്കുന്ന കുറേ പേര് അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ, അപ്പം അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആശങ്കയായിരുന്നു ഉണ്ടായത്, എന്താണ് ഈ പോലീസ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം അവർക്ക് ഒന്നും അറിയില്ല, ഒന്നിനെ പറ്റിയിട്ടും വിശദമായിട്ടുള്ള ഒരു വിവരമില്ല. 16 വയസ്സ് 18 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹോർമോൺസ് ഒക്കെ വരുന്ന സമയമാകുമ്പോൾ വളരെയധികം റെസിസ്റ്റൻസ് അവർക്ക് പല കാര്യങ്ങളിലും, വിപ്ലവമൊക്കെ ഇങ്ങനെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും ആരും പറയുന്നത് ഇഷ്ടപ്പെടില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള രീതി കാണും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കുറെ പേര് മരിക്കും. പഠനം നടത്തിയ ശേഷം മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ ഏകദേശം 60% കുട്ടികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് 15 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് 60% ആൾക്കാർ വന്നിരുന്നത് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പലതരത്തിലുള്ള കൗമാര പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൗമാര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺ റിലേറ്റഡ് കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ഉള്ള വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്ക് പറയുന്നത് താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രേമ നൈരാശ്യം, അതുപോലെയുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനേക്കാളും ആശങ്കാജനകമായി 15 വയസ്സിന് താഴെയുള്ള 14 വയസ്സ് തൊട്ട് 6 വയസ്സിനിടയിലുള്ള കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഏറ്റവും കോമൺ ആയിട്ട് അവർ ചെയ്തിരുന്നത് തൂങ്ങി മരണം തന്നെയായിരുന്നു. കാരണം തൂങ്ങി മരണത്തെക്കുറിച്ച് എന്തുകൊണ്ടോ എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ധാരണ തൂങ്ങി മരണത്തെക്കുറിച്ച് ഉണ്ടാവുന്നു. വളരെ എളുപ്പമാണ്, കട്ടിലിന്റെ പുറത്തോ ഒരു സ്റ്റൂളോ വല്ലോ ഇട്ട് കയറി നിന്ന് ഫാനിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു വളയത്തിലൂടെയോ അല്ലെങ്കിൽ കഴുക്കോലിലൂടെയോ ഒക്കെ ഒരു തുണി ഇട്ട് കെട്ടി, അമ്മയുടെ സാരിയോ ചുരിദാറിന്റെ ഷോളോ എന്താണെന്ന് വെച്ചാൽ കെട്ടിയിട്ട് ഒരു കുരുക്കിട്ട് അതിനകത്ത് കയറി ഇങ്ങ് തൂങ്ങുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവരത് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്ലേഡ് വെച്ച് കൈ മുറിച്ച് മരിച്ചവരുണ്ട്, വെള്ളത്തിൽ ചാടി മരിച്ചവരുണ്ട്, പോയിസൺ വിഷം കഴിച്ച് ഒതളഞ്ഞ പോലെയുള്ള അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ ഇരിക്കുന്ന അതെല്ലാം കൂടി എടുത്ത് വാരി വിഴുങ്ങി മരുന്നുകളൊക്കെ ഒരുപാട് അമിതമായിട്ട് കഴിച്ച് മരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ പല വിധത്തിൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടു. പക്ഷെ ഹാങ്ങിങ് ആണ് വളരെ കോമൺ കോസായിട്ട് കണ്ടത്. ഇതിനുള്ള ഒരു അവബോധം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. വേറൊരു കാര്യം, ഈ 66 കുട്ടികൾ 1.5 മാസം 2 മാസം കൊണ്ട് മരിച്ചെങ്കിൽ 2020 2018 ആ സമയത്ത് മരിച്ച കുട്ടികളുടെ എണ്ണം 70 അപ്പോൾ ഒരു വർഷം 2014 ഒരു 395 കുട്ടികൾ മരിച്ചു. 2015 അത് 400ഓളമായി. 2018 ആയപ്പോഴേക്കും 300 അടുപ്പിച്ചായി. 2019 ആയിരുന്നപ്പോൾ 290 കുട്ടികൾ അങ്ങോട്ടേ മരിച്ചുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 2020 വർഷം കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും വലുതായിട്ട് കൂടിയിട്ടൊന്നുമില്ല. ആ മാസങ്ങളിലെ കണക്കെടുത്തപ്പോഴും കോവിഡ് കാലയളവിൽ ഒരുപാട് കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. കുറച്ച് കുട്ടികളെ മരിച്ചിട്ടുള്ളൂ. സാധാരണ എല്ലാ മാസങ്ങളിലും ഇതുപോലെ കുട്ടികൾ മരിക്കുന്നുണ്ട്.
അതുപോലെ ഇപ്രാവശ്യവും സംഭവിച്ചുള്ളൂ. പക്ഷെ കോവിഡിന്റെ സമയത്ത് എന്തൊക്കെ കൊണ്ട് മരിച്ചതായിരിക്കാം എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് ഒരു ടേം ഓഫ് റെഫറൻസ് അതായിരുന്നു. ഇപ്പോൾ ഒരു കമ്മിറ്റി നടത്തുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുമല്ലോ, ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. അപ്പൊ അതിലൊരു ടേം ഓഫ് റെഫറൻസ് കോവിഡ് എങ്ങനെ അവരെ ബാധിച്ചു എന്നുള്ളതായിരുന്നു. കോവിഡ് എന്നുള്ള അസുഖം കാരണമല്ല ഇവർ ആത്മഹത്യ ചെയ്തത്. അതിന്റെ പേടി കൊണ്ടോ അതിന്റെ വിരസത കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരെ സ്കൂളിൽ പോയി കളിക്കാൻ പറ്റാത്തത് കൊണ്ടോ സൗഹൃദം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോറടി അനുഭവപ്പെട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല. എല്ലാ മാസവും ഇതുപോലെ ഇത്രയും കുട്ടികൾ 30ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരു വർഷം 300 കുട്ടികൾ വെച്ച് ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 300 കുട്ടികൾ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കുറെ ആലോചിച്ച് നോക്കി വളരെ ബൃഹത്തായ റിപ്പോർട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. സ്കൂളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, സ്കൂളിൽ ഇതൊരു പാഠ്യ പദ്ധതിയാക്കി മാറ്റണം, കുറെ കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഇതിന്റെ എന്തുകൊണ്ടാണ് സ്വയം ഇങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ് എന്നുള്ള കാര്യം അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, വീട്ടിൽ നിന്ന് പ്രയാസം വരുമ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരോടൊക്കെ പറയണം, വാട്ട് ഈസ് ഗുഡ് ടച്ച്, വാട്ട് ഈസ് ബാഡ് ടച്ച്, എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് ആഘാതങ്ങൾ ഉണ്ടാവുക, അതെങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ അന്തരീക്ഷം കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആക്കി കുട്ടികളെ ഇതുപോലെ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ള ഒരു വലിയ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഗൃഹാന്തരീക്ഷത്തിൽ അച്ഛനമ്മമാർക്ക് ഇപ്പോൾ ഒന്നിനും സമയമില്ലല്ലോ. അച്ഛനും അമ്മയും ജോലിയിൽ നിന്ന് വന്ന് രാവിലെ ഇറങ്ങി ഓടും. കുട്ടികൾ രാവിലെ തൊട്ട് രാത്രി വരെ അവരെയും ഇതുപോലെ ടാക്സ് ചെയ്യുകയാണ്. രാവിലെ എണീറ്റ് പാക്ക് ചെയ്ത് ബാഗും എടുത്ത് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇവരെ കൊണ്ട് ട്യൂഷന് വിടുക, അതിനുശേഷം പിന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ പഠനത്തിന് വിടുക. അങ്ങനെ വൈകുന്നേരം ഒരു 7-8 മണി വരെ പിള്ളേർ എപ്പോഴും ബിസിയാണ്. അപ്പം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും പിറ്റേ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ. മാതാപിതാക്കളോട് കുട്ടികൾ സംസാരിക്കുന്ന ആ ഒരു കാര്യമേ അങ്ങ് നിന്നുപോയി. അപ്പം അതുകൊണ്ട് അവർക്കിത് ആരോട് പറയണം, എങ്ങനെ പറയണം, പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, വഴക്ക് പറയുമോ, ഇപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ പറയാം നന്നായി പോയി, നീ അത് കിട്ടേണ്ടതാ, അല്ലെങ്കിൽ സാർ അടിച്ചു എന്ന് പറഞ്ഞാൽ പറയാം സാറിന് 2-3 അടികൾ കൊണ്ട് വളരണം. അങ്ങനെയൊക്കെയുള്ള ഒരു പെരുമാറ്റം അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവർ വീട്ടിലൊന്നും പറയില്ല. പിന്നെ ഇതുപോലെ ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന പല കാര്യങ്ങൾ കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഫോണുണ്ട്. അപ്പോൾ ഫോണെല്ലാം സ്മാർട്ട് ഫോണുകളാണ്. ഫോൺ അച്ഛനമ്മമാർ തന്നെ വാങ്ങിക്കൊടുക്കും. കാരണം ട്യൂഷൻ കഴിഞ്ഞുമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വിളിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഒരു 10 വയസ്സ് 12 വയസ്സാകുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും. ഇതൊക്കെ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണും വെച്ചുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല ആരും. അതിനകത്ത് വളരെ മോശപ്പെട്ട വീഡിയോ കാണുന്നു, അതിനകത്തൂടെ പലതരത്തിലുള്ള ഗെയിംസ് കളിക്കുന്നു, പബ്ജി പോലെയുള്ള ഗെയിംസ് കളിക്കുന്നു, ബെറ്റിങ് ഗെയിം കളിക്കുന്നു, പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ചില കുട്ടികളെ ഇതുപോലെ ഫോണിലൂടെ ട്രാപ്പ് ചെയ്ത് അവരെ കൊണ്ട് മയക്കുമരുന്ന് വിൽപ്പിക്കുന്നു, അതിൻ്റെ ഗ്യാങ്ങിൽ പെട്ടുപോകുന്നു. അതുപോലെയുള്ള വിവിധ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്ന് തുറന്ന് പറയാൻ, ഇപ്പോൾ കുറച്ച് പൈസ ആരെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഒളിച്ചു വെക്കാനേ ശ്രമിക്കുള്ളൂ. അച്ഛനമാരോട് പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ലപോലെ വഴക്ക് പറയും, ചിലപ്പം പണിഷ്മെന്റ് കിട്ടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരത് പറയില്ല. സ്കൂളിലും അത് പറയില്ല. അപ്പം ബാഹ്യമായിട്ടുള്ള കുറേ സമ്മർദ്ദങ്ങൾ കുട്ടികളുടെ പുറത്തുണ്ടാവുന്നു. പിന്നെ ഇതുപോലെയുള്ള കൗമാര പ്രണയങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇതുപോലെ പഠിത്തത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഇത്രയും പഠിക്കണം, ഇത്രയും മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കഞ്ഞി കുടിപ്പിക്കൂല, അല്ലെങ്കിൽ നീ വീട്ടിൽ വന്ന് അടിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് നോക്കുക, അതിൻ്റെ ചോദ്യങ്ങളെല്ലാം ശരിയായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക, മാർക്ക് കിട്ടുമ്പോൾ നോക്കുക, പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാതിരിക്കുക, കുറെ വഴക്ക് പറയുക. പഠിത്തം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ട് ഒരു വിഷയത്തിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട് പേടിച്ചിട്ട്. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഫാനിൽ തൂങ്ങിയ ഒരു കുട്ടിയുണ്ട് ഈ അടുത്ത കാലത്ത്, നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പം അതുപോലെ പഠനത്തിന് ഇതുപോലെ ഇമ്പോർട്ടൻസ് വീട്ടുകാർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സ്കൂളിൽ നിന്ന് വീട്ടുകാരോട് പറയും ഈ കുട്ടി പഠിക്കുന്നില്ല എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാരെന്ത് ചെയ്യാനാ, പഠിക്കുന്നില്ല അതുകൊണ്ട് ചില സ്കൂളിൽ വിട്ടോ, ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്ന് പറയുന്നതിന് പോലും അവർ ടെൻഷൻ അടിക്കും. പല തരത്തിലുള്ള കാര്യം. പിന്നെ കുടുംബത്തിലെ ഒരു അന്തരീക്ഷം ശരിയല്ലെങ്കിൽ, നല്ല ഒരു കുടുംബ അന്തരീക്ഷം ഇല്ലാത്ത വീടുകളിലെ കുട്ടികളും ഇതുപോലെ ജീവൻ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും വഴക്കിടുന്ന കുടുംബത്തിൽ അച്ഛനമ്മമാരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു, അച്ഛൻ അമ്മയെ അടിക്കുന്നു, അമ്മ കുട്ടികളെ അടിക്കുന്നു. അങ്ങനെയുള്ള ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വഴക്കിൻ്റെ പ്രശ്നം, മാനസിക സമ്മർദ്ദം കൂടി വരുന്ന കുട്ടികൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ മദ്യപിക്കുന്ന അച്ഛൻ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളുടെ പേരിൽ ചിലപ്പോൾ ഉപദ്രവം ഏൽക്കുന്ന കുട്ടികൾ, പലതരത്തിലുള്ള ശാരീരികവും മാനസികവും ലൈംഗികവുമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കുന്ന കുട്ടികളുണ്ടാവും, അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് നടക്കുന്നതാണ്, വർഷങ്ങളായിട്ടും കാലങ്ങളായിട്ടും നടക്കുന്നതാണ്. അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് എന്തായാലും ഇരുന്ന് വീട്ടിലെ അന്തരീക്ഷം എങ്ങനെ മെച്ചപ്പെടുത്താം, അച്ഛനമ്മമാരുടെ റോൾ എന്താണ്, കുട്ടികളുടെ റോൾ എന്താണ്, സ്കൂളിലെ റോൾ എന്താണ്, കുഞ്ഞുങ്ങളെ എങ്ങനെ കുറച്ചുകൂടെ ബോധവൽക്കരിക്കണം, സമൂഹത്തിൻ്റെ റോൾ എന്താണ്, സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ റോൾ എന്താണ്, നിയമം എങ്ങനെ കുറച്ചും കൂടെ നന്നാക്കി മാറ്റാം, അഡ്വക്കേറ്റ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, ചൈൽഡ് ലൈൻ പ്രവർത്തകർ എങ്ങനെയാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകേണ്ടത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും
വിശദമായ പഠനം നടത്തി ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് റിപ്പോർട്ട് നല്ലൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എന്തായാലും ഒക്ടോബർ മാസമായപ്പോഴേക്കും തന്നെ, ഒക്ടോബർ അവസാനമായപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിക്കും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ പോയി റിപ്പോർട്ടിന്റെ കോപ്പി കൈമാറി. അതിനുശേഷം കുറെ അധികം കാര്യങ്ങൾ സർക്കാർ ചെയ്തു. നിനവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി തുടങ്ങി. ചിരി എന്ന് പറഞ്ഞൊരു പദ്ധതി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിലൂടെ ചെയ്തു. കാരണം മരിച്ച കുട്ടികളിൽ 1-2 പേര് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സും കൂടെ ഉണ്ട്. ഇപ്പോൾ സ്കൂളുകളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് നമ്മൾ കൊണ്ടുവന്നത് തന്നെ കുട്ടികളെ കുറച്ചും കൂടെ ധൈര്യമുള്ളവരാക്കാനും ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ചലഞ്ചായിട്ട് കണ്ട് നേരിടാനും ഒക്കെ വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ് പോലീസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ആ കുട്ടികൾ പോലും 2-3 പേര് മരിച്ചു. NCCയിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 കുട്ടികൾ മരിച്ചു. അപ്പം അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി എന്താണ്, ശരിക്കും ഈ കുട്ടികൾ എന്തുമാത്രമാണ് ഇത്, അതിൻ്റെ സ്ട്രെസ്സും കൂടെയാണ്. സ്റ്റുഡൻറ് പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവധിയേ ഇല്ലല്ലോ. അവധി ദിവസങ്ങളിലും അവർക്ക് ശനിയും ഞായറും ഒക്കെ പോയി മാർച്ച് പാസ്റ്റും അതുപോലെ ക്യാമ്പുകളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുട്ടികളിലുള്ള ഒരു സമ്മർദ്ദം ഒരു വലിയ കാര്യമാണ് ഇതിനകത്ത്. ഇത്രയധികം സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമുണ്ടോ? അവരെ ഫ്രീ ആയിട്ട് കളിക്കാൻ വിട്ടുകൂടെ? നമ്മുടെ ഈ ഫോണിൻ്റെ കളിയല്ല, ഇന്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയുള്ള കളിയും അതുമൊന്നുമല്ല. പക്ഷെ അല്ലാതെ കുട്ടികൾ ചേർന്നുള്ളൊരു ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു വോളിബോളോ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെയുള്ള ചില കളികളൊക്കെ കുട്ടികൾ കൂടുതലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഒരുപാട് കുറഞ്ഞിരിക്കും. ബൃഹത്തായ റിപ്പോർട്ടാണ് കൊടുത്തത്. എന്തായാലും അതിന് കുറച്ച് അംഗീകാരമൊക്കെ കിട്ടുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോഴും സാഹചര്യം പഴയതുപോലെ തന്നെ തുടരുന്നു എന്നതാണ് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലെ റിപ്പോർട്ട് എഴുതി കൊടുക്കുമെങ്കിലും കുട്ടികളുടെ ആത്മഹത്യകൾ വലുതായിട്ട് കുറഞ്ഞിട്ടില്ല. 2023 സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാലും ഏകദേശം 300ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നും നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു, ഈ കുട്ടി ആത്മഹത്യ ചെയ്തു, ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. ഇപ്പോൾ ഈ ആത്മഹത്യകളെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്നത് ഈ കുട്ടികളെ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തായാലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഇരിക്കുമ്പോൾ ഇതുപോലൊരു നിയോഗവും കൂടെ എൻ്റെ കയ്യിൽ വന്നു പെട്ടു. ആത്മഹത്യകൾ എന്ന് പറയുന്നത് തടയാൻ വേണ്ടി സമൂഹവും കൂടി നേരിട്ടിടപെട്ട്, നമ്മുടെ വീട്ടുകാരും കൂടെ നേരിട്ടിടപെട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് പറയുന്നത്, കുട്ടികളാണ്. അവരാണ് ഈ സമൂഹം കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആക്കേണ്ടവർ. അപ്പോൾ അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഓരോ പൗരൻ്റെയും കടമയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തത്. സസ്നേഹം, ശ്രീലേഖ.